പാളിയ പദ്ധതികൾ പാഴായ കോടികൾ. 1/4 കോടി ചിലവിട്ട് KSEB പാട്യകുളത്ത് സ്ഥാപിച്ച ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആർക്കു വേണ്ടി? അല്ല, ഇതിപ്പോ പണി തുടങ്ങുമ്പോൾ സമയത്തും നമ്മൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് രാത്രി കോയമ്പത്തൂരിൽ നിന്ന് ആൾക്കാർ വന്നിട്ടാണ് പണി ചെയ്തത്. തമിഴന്മാരായിരുന്നു. അവര് ഈ രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ 2-3 മാസം നമുക്ക് കുട്ടികൾക്കൊന്നും ഉറങ്ങാൻ പറ്റാതെയാണ് ഈ പണി. അപ്പൊ നമ്മള് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ നമ്മൾ എതിർക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കുറെ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് കനാലിൽ കൂടെ പോയി. ഇനിയിപ്പോൾ അത് സൗണ്ട് ഇപ്പം നല്ല സൗണ്ടാണ്. വെള്ളം വന്നാൽ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ 1 മാസത്തോളമായി നല്ല സൗണ്ടാണ്. ഓരോരോ മണിക്കൂർ കഴിയുമ്പോൾ സൗണ്ട് മാറുകയാണ്. അവിടെ വെള്ളം തിരി കൂടുതലായി കഴിഞ്ഞാൽ അപ്പം സൗണ്ട് മാറി. പിന്നെ ഇങ്ങനെ നല്ല സൗണ്ടാണ്. പടപടന്ന് അടിക്കുകയാണ്. അതിൽ കുറേ കനാലിൽ കൂടെ ഒഴുകിപ്പോയി എന്നാ തോന്നുന്നു. ഒന്നുമില്ല അതിൽ. ബെയറിങ്ങും ബെൽറ്റ് ഒരു ചെയിൻ ഉണ്ടായിരുന്നു, അതൊന്നുമില്ല. അതാണ് ഈ അടി വരുന്നത്. വെള്ളം കുറഞ്ഞപ്പോഴാണ് ഇപ്പോൾ സൗണ്ട് ഇല്ലാത്തത്. വെള്ളം കൂടിയാൽ നല്ല സൗണ്ട് ഉണ്ട്. ഉദ്ഘാടനത്തിന് മുമ്പേ ഉപേക്ഷിക്കപ്പെടാനാണോ സർക്കാർ പദ്ധതികൾ? നാടിനും നാട്ടുകാർക്കും ഗുണമില്ലാത്ത പദ്ധതി എന്തിന്? ഇത് ഉദ്ഘാടനം കഴിഞ്ഞതാണെങ്കിൽ ഒരാൾ ഇവിടെ വെക്കേണ്ടതാണ്. ഇപ്പൊ ഈ വെള്ളം കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ ചെയിൻ വെച്ചിട്ടുണ്ട്. ആ ചെയിന് വലിച്ച് കറക്റ്റാക്കിയിട്ട് വേണം അത് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിനിവിടെ ആളൊന്നും ഇതുവരെ വെക്കുക ഉദ്ഘാടനം കഴിയുക ഒന്നും ചെയ്തിട്ടില്ല. ആ ചെയിൻ വലിച്ചാൽ തന്നെ ഇത് വെള്ളത്തിനനുസരിച്ച് കൂട്ടിയിട്ട് കറക്റ്റാക്കണം. അപ്പോൾ ഇവിടെ സ്ഥിരം ആളൊക്കെ വേണ്ടതാണ്. അതൊന്നും ഉദ്ഘാടനം കഴിയാത്ത കാരണം ഒന്നും ഉണ്ടായില്ല. ചെയിനെല്ലാം അറ്റുപോയി. ആ സൈഡുള്ളതും രണ്ട് സൈഡ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ടല്ലോ. 4 മാസമായി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആരും വന്നിട്ടില്ല. ഇത് കൊണ്ടുവരിക, ഇവിടെ വരുമ്പോ ഓടിച്ചു നോക്കിയാൽ പിന്നെ അത് എന്തെങ്കിലും തകരാറ് വരും, ചെയിൻ പൊട്ടും എന്തെങ്കിലും ചെയ്യും. പിന്നെ കുറച്ച് ദിവസം പിടിയിടും. പിന്നെ അവർ കോയമ്പത്തൂർ നാൾ വന്നിട്ടാണ് പിന്നെ റെഡിയാക്കി കൊണ്ടിരുന്നത്. അത് സെറ്റായില്ല. സ്റ്റാർട്ട് ചെയ്തൊന്നും നോക്കി, ജസ്റ്റ് ട്രയൽ റണ്ണും നടത്തി. അത്രമാത്രം തന്നെ ഉള്ളൂ. അതിന് പിന്നെ അത് വർക്ക് ചെയ്യുക പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. മന്ത്രി അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് നോക്കിയിട്ടൊക്കെ പോയി. അപ്പോൾ അത് അവർക്ക് ആർക്കും വലിയ പിടിയില്ലാത്ത കേസാണ്. പുതിയതായി ചെയ്യുകയല്ലേ അത്. അപ്പം അത് വിജയിക്കുന്നുള്ളത് അവർക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് സംസാരിക്കുമ്പോൾ നോക്കാം എന്നാണ് അവർ പണി ചെയ്തവരും പറഞ്ഞത്. പിന്നെ ആ പണി ചെയ്ത ആള് റിട്ടയർഡായി. പണി ചെയ്യിപ്പിച്ച ആള് അത് പിന്നെ ആരും വരിക പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. വേറെ ആർക്കും ഇൻചാർജ് കൊടുത്തോ ഒന്നും അറിയില്ല. ഇപ്പം ആരെ വിളിക്കുക പറഞ്ഞാൽ അയാളത് അവർ വിളിച്ചു പറയുന്നു. വിളിച്ചപ്പോൾ ഞാനല്ല അതിൻ്റെ ആള് പറഞ്ഞു. നമുക്ക് ഈ രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റണ്ടേ? ബുദ്ധിമുട്ടല്ലേ? ഇതിപ്പോ വിളിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മുടെ അവിടെ മാസം കണക്കായിട്ട് പണി ചെയ്തതല്ലേ. 6-7 മാസം പണി ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ സാധനങ്ങളൊക്കെ. ഇപ്പൊ ഈ സൗണ്ട് ഇപ്പൊ കറകറന്നുള്ള സൗണ്ടുകൾ നിൽക്കണം. അല്ലെങ്കിൽ രാത്രി വെള്ളം കുറവായതുകൊണ്ടാണ് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. രാത്രിയൊക്കെ നല്ല സൗണ്ടാണ്. ബലിയാടായി മനുഷ്യജീവനും പക്ഷിമൃഗാദികളും. ഇനിയും എത്ര ജീവനുകൾ? പനിയില്ലേ, പനി ഇതിൽ കൂടെ വന്നതാണ്. എന്നിട്ട് നമ്മുടെ പിള്ളേരൊക്കെ കൂടി പിടിച്ചതാണ്. അപ്പൊ അത്ര വലിയ സാധനങ്ങൾ വരും ഇവിടെ. നിങ്ങൾ വെച്ചാൽ ഇത് എന്തായാലും ഇടങ്കേടാണ് പറഞ്ഞപ്പോ ഇല്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇതിനുള്ളിൽ വരുന്നു. ചെറിയ കുട്ടികൾ, ചെറിയ കുട്ടി മകളുണ്ട്. കിടക്കുന്ന പെണ്ണുങ്ങളുടെ ഉള്ളില് അവർക്ക് എന്തായിട്ട് പല രോഗങ്ങളും ബാധിക്കും. വേറെ ഒന്നുമല്ല. ഈ കർമ്മം ഒഴിവാക്കി കിട്ടിയത് നന്നാണ് അവര് പറയുന്നത്, അയൽവാസികൾ. കാരണം നമ്മൾ കൂമ്പ് കാണുന്നതല്ലേ. ആട് പെട്ടു, മാന് പെട്ടു. ജീവനോടെ വന്ന മാനായിരുന്നു ഇവിടെ. രണ്ട് മാന് പെട്ടു. മാന്, പോത്ത്, ആട്, മാട് എല്ലാം പെട്ടു. മനുഷ്യനും പെട്ടു. മനുഷ്യൻ 2 ആയില്ല. അവിടെ ബ്ലോക്ക് ചെയ്ത് ഇവിടെ വന്നിട്ട് ശവത്തിനെടുത്ത് കന്യാകുമാരിന്ന് പെട്ട ബോഡി ഇവിടെ വന്നിട്ട് എടുത്ത് അവർക്കറിയാം ഇവിടെ കിടക്കുന്നു. അങ്ങനെയൊക്കെ ഉത്തരം തന്നെയാണ്. വേറെ ഒന്നുമല്ല. ഉപകാരമാണ്. സാധനമില്ല. പരമാവധി നല്ലൊരു ബുദ്ധിമുട്ടാണ്. പാളിയ പദ്ധതികൾ പാഴായ കോടികൾ.